കണ്ണൂർ തലശ്ശേരി പുന്നോൽ ഉസൻമേട്ടയിലെ സിപിഎം പ്രവർത്തകൻ UK സലീമിനെ കൊലപ്പെടുത്തിയത് സിപിഎം പ്രവർത്തകരെന്ന് ആവർത്തിച്ച് സലീമിന്റെ പിതാവ് KP യൂസഫ്. ഫസൽ വധക്കേസിൽ നിർണായക വിവരങ്ങൾ അറിയുന്നതിനാലാണ് കൊലപാതകത്തിന്റെ തെളിവുകൾ കയ്യിലുണ്ട്. കേസിൽ വെറുതെ വിട്ടവർക്ക് സലീമിന്റെ കൊലപാതകത്തിൽ യാതൊരുവിധ ബന്ധവുമില്ല. സത്യം പുറത്തുവരുന്നതുവരെ നിയമ നടപടി തുടരുമെന്നും KP യൂസഫ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. പ്രമാദമായ UK സലീം കൊലക്കേസിൽ 7 പ്രതികളെയാണ് ഇന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ആ കേസിൽ ഒരുപാട് നിയമപോരാട്ടം നടത്തിയ സലീമിൻ്റെ പിതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. ഇതിനകത്ത് നേരത്തെ നമ്മൾ ഉന്നയിച്ചൊരു ആക്ഷേപമുണ്ട്. അതായത് ഈ കേസിൽ ഇപ്പോൾ നിലവിലെ പ്രതികളായി പറഞ്ഞിരുന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്ന ആൾക്കാരല്ല, CPM പ്രവർത്തകരാണ് പ്രതികൾ. കോടതിയിലും പറഞ്ഞു, ഹൈക്കോടതിയിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം പ്രതികൾ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആക്ഷേപം വന്നേ? തെളിവുകൾ എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന തെളിവുകളല്ല, ഓരോ കാരണം ഉണ്ടാവുമല്ലോ. CPM പ്രവർത്തകനായ സലീമിനെ CPM പ്രവർത്തകർ കൊന്നു എന്ന് പറയാനുള്ള ഫസൽ കേസുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വരാതിരിക്കുക തന്നെ പറഞ്ഞിട്ട്. അതിനകത്ത് ഫസൽ കേസിനകത്ത് എന്താണ് സലീമിനെ വധിക്കാൻ പിന്നീട് എന്താ കാരണം? സലീമിനും വേറെ 2 ചങ്ങാന്മാർക്ക് ഇതിനെപ്പറ്റി അറിവുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിനെ അറിയില്ല. സലീമായിട്ട് എന്തോ എത്ര പ്രാവശ്യം ഗൾഫിൽ പോയി തിരിച്ചു വന്നു. ലാസ്റ്റ് ഗൾഫിലാക്കാൻ പോയത് ഒരാഴ്ച മുമ്പ് സംഭവിച്ചത്. നമുക്ക് സത്യം വെളിയിൽ വരണം. നിയമപരമായിട്ട് എവിടം വരെ പോകാൻ തയ്യാറാണ്. സത്യം വെളിയിൽ വരെ മുമ്പോട്ട് പോകും. അതായത് സലീമിന്റെ പാർട്ടിക്കാർ തന്നെയാണ് കൊന്ന. അതിനകത്ത് വലിയ നേതാക്കന്മാരുടെ അറിവുണ്ടായിരുന്നു. അതെനിക്ക് പറയാൻ പറ്റില്ല. പാർട്ടിക്കാർ തന്നെ വലിയ നേതാക്കന്മാരുണ്ടോന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പാർട്ടിക്കാർ അറിയുന്നത് തന്നെയാണ് ചെയ്തത്. അല്ലാണ്ട് ഞാനോട് ഇത് പറഞ്ഞില്ലേ, അപകടം നടന്നിട്ട് അരമണിക്കൂർ ഒരു വീടിൻ്റെ നേരമായി കൊണ്ടിരുത്തി എന്നിട്ട് മാഹി ആശുപത്രി കൊണ്ടിട്ട് ആരുമില്ലാണ്ട് പോയി കഴിഞ്ഞു. മരണപ്പെട്ടെന്ന് ഇവരിക്കാൻ അറിയില്ല. ബൈക്കിന്ന് വേറെ ആൾ എടുത്തുകൊണ്ട് ബൈക്കിൽ മരണപ്പെട്ട്. ഇതൊന്നും തെളിവുണ്ടല്ലേ? എല്ലാ തെളിവും എൻ്റെ അടുത്തുണ്ട്. ഫോൺ എവിടെ കാലമായിട്ട് ഇന്നുവരെ ഫോൺ കണ്ടെത്തില്ല. പല പ്രാവശ്യം ക്രൈംബ്രാഞ്ചിനെ നമ്മൾ എവിടെ ഫോൺ എവിടെ ഒരാൾ മരണപ്പെട്ടവൻ്റെ ഫോൺ നമ്മളുടെ തെളിവെടുക്കുക ഇന്നുവരെ കിട്ടിയ ഈ 7 പേർ ഇപ്പം നിലവിൽ വെറുതെ വിട്ടിരിക്കുന്ന 7 പേർക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. ഒരു പങ്കുമില്ല. എനിക്ക് ശരി. കാരണം അതിൽ 1-2 ആൾ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇവനായിട്ട് അങ്ങനെ ചെയ്യുകയില്ല. അല്ല, അതിൽ 1-2 ആൾ സ്ഥലത്തേ ഇല്ല. എന്നല്ല അങ്ങനത്തെ എല്ലാം കൊടുക്കരുത്. അവരെ വണ്ടേ മാർക്സിസ്റ്റ് പണി തന്നെ എന്തെങ്കിലും ചെയ്ത് ആരും താഴ്ത്തി കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ സംഭവിച്ചത്. ഫസൽ കേസിനകത്ത് കുറ്റാരോപിതനായിട്ടുള്ള കാരായിരാജൻ ഇവിടെ തലശ്ശേരി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാണ്. അതിലിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ സത്യം തെളിയിക്കണം. കാരായിരാജനെ ആരായാലും കുറ്റവാളികളെ കണ്ടെത്താൻ. ഇത് നമ്മളാവശ്യം. ഇവിടെ സമാധാന ജീവിതം വേണം. ഒരാളെ കൊന്നിട്ട് ആരെങ്കിലും തലയിക്കൂടെ തള്ളിപ്പോകാന്ന് പറഞ്ഞാൽ സ്വന്തം മകനെ വേറ്റി വേഷം രക്ഷിതാവിനല്ലേ മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല. അക്രമം ഇവിടെ അവസാനിക്കണം. അതിനുവേണ്ടി എവിടെ പോകും? ഞാൻ പണ്ടേ അങ്ങനെ പ്രവർത്തിക്കുന്നതാണ്. ഏതായാലും ഇതിനകത്ത് നേരത്തെ തന്നെ KP യൂസഫ് ഉന്നയിച്ച ആക്ഷേപത്തിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഈ കൊലപാതകത്തിന് പിന്നിൽ CPM പ്രവർത്തകർ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഇപ്പോൾ അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഈ പ്രതികൾ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞു കണ്ട് തള്ളിയ ആ കേസിനകത്ത് പുനരന്വേഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് സലീമിൻ്റെ കുടുംബമുള്ളത്. അതിനകത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാകും തുടർ നടപടി ഉണ്ടാവുക. ഏതായാലും നേരത്തെ ഉന്നയിച്ച ഫസൽ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ സലീമിന് അറിയാം. അതാണ് ഈ കൊലപാതകത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ള കാര്യത്തിനകത്ത് ഈ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. ക്യാമറാമാൻ ഷീത്തിനൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ വൺ, കണ്ണൂർ. ബിജീഷ് ഗോവിന്ദൻ തത്സമയം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബിജീഷ്, CPM പ്രവർത്തകനായിരുന്നു UK സലീം. അതേ CPM പ്രവർത്തകർ തന്നെ, കൂടെയുള്ള ആളുകൾ തന്നെയാണ് ഈ UK സലീമിനെ കൊലപ്പെടുത്തിയത് എന്നാണോ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്? നേരത്തെയും അവർ അക്കാര്യം പറഞ്ഞതാണ്. അക്കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണോ? അവനിഷ, ഇതിനകത്ത് നേരത്തെ തന്നെ ഈ സലീമിന്റെ പിതാവായിട്ടുള്ള അദ്ദേഹം നേരത്തെ തന്നെ ഈ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിലടക്കം അദ്ദേഹം പരാതിയും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് കരുതിയാൽ, നേരത്തെ പറഞ്ഞിരുന്നത് ഫസൽ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ സലീമിന് അറിയാം. അതാണ് CPM പ്രവർത്തകരെ ഇത്തരത്തിലുള്ളൊരു കൊലപാതകത്തേക്ക് വഴിവെച്ചതെന്നാണ്. പക്ഷേ ഇതിനകത്ത് ആദ്യം കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചും CPM പ്രവർത്തകരല്ല NDF-കാരാണ് സലീമിനെ കൊന്നതെന്നുള്ളതായിരുന്നു കണ്ടെത്തിയിരുന്നത്. അവർ പറഞ്ഞത് 2008 ജൂലൈ 23 രാത്രി സംഭവം നടക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷയിലെത്തിയ സംഘമാണ് കൊലപാതകം നടത്തിയത്. ആ കൊലപാതകം നടത്തിയവരാണ് ഈ അറസ്റ്റിലായ 7 പേരെന്നുള്ളതായിരുന്നു ക്രൈംബ്രാഞ്ച് വാദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ വാദമാണ് ഇന്നിപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. കാരണം ഈ 7 പേർക്ക് ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 7 പേർക്കും കേസുമായി ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ വെറുതെ വിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ പിതാവ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, ഈ അറസ്റ്റിലായിട്ടുള്ള 7 പേരും ഈ സംഭവവുമായി ബന്ധപ്പെട്ടവരല്ല, അവർ പലരും നാട്ടിൽ പോലും ഇല്ലാത്തവരാണ്. ഇതിനകത്ത് ഈ സലീമിന്റെ
അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം CPM പ്രവർത്തകർക്കാണ് ഈ കൊലപാതകത്തിൽ പങ്ക് എന്നുള്ള കാര്യത്തിനകത്ത് തനിക്ക് വ്യക്തതയുണ്ട്, അതിൻ്റെ കൃത്യമായ തെളിവ് തൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് പിതാവ് പറയുന്നത്. നേരത്തെ ഇക്കാര്യം തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനകത്ത് സത്യാവസ്ഥ പുറത്തു വരാൻ ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ ലോക്കൽ പോലീസോ അന്വേഷിച്ചാൽ പോരാ, അതിനപ്പുറത്ത് ഒരു കേന്ദ്ര ഏജൻസി തന്നെ ഇക്കാര്യത്തിനകത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് നേരത്തെ അദ്ദേഹം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഹൈക്കോടതി അത് തള്ളുകയാണ് അന്നുണ്ടായത്. ഇപ്പോൾ മീഡിയ വണ്ണൊപ്പം ചേരുന്നുണ്ട്. റിജിൽ, കുടുംബം ആരോപിക്കുന്നത് CPM പ്രവർത്തകർ തന്നെയാണ് സലീമിനെ കൊലപ്പെടുത്തിയതെന്നാണ്. അതിന് വ്യക്തമായ തെളിവുണ്ട്. ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ സലീമിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മകൻ കൊല്ലപ്പെട്ടത് എന്ന് ആവർത്തിക്കുകയാണ് ആ പിതാവ്. തീർച്ചയായിട്ടും ഈ സലീമിന്റെ പിതാവ് ഇപ്പൊ മാത്രമല്ല, ഞാൻ 2011 അവിടെ തലശ്ശേരി മത്സരിക്കുമ്പോൾ ശ്രീ കോടിയേരി ബാലചന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മകൻ കൊല്ലപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് CPM-മാർക്ക് പങ്കുണ്ട് എന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസലുമായി ബന്ധപ്പെട്ട് ഫസലിന്റെ സുഹൃത്തുക്കളായിരുന്നു ഈ പല സലീമും അതോടെ രജീഷ് എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാർ, അയാളും ഇതുപോലെ റെയിൽവേ ട്രാക്കിൽ ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടാണ് കണ്ടത് എന്നുള്ളതാണ് വാർത്ത വന്നത്. തീർച്ചയായും അത്തരത്തിൽ ഫസൽ കേസുമായി ബന്ധപ്പെട്ട് അതിനകത്ത് നിന്ന ആളുകളെല്ലാം തന്നെ പല ഘട്ട CPM ഉന്മൂലനം ചെയ്തു എന്നുള്ളതാണ്. ഭരണത്തിന്റെ തണലിൽ സ്വാഭാവികമായി ആ മറ്റു കാര്യം അന്വേഷിക്കാതെ കൊണ്ടാണ് ആ കൊലപാതക കേസൊന്നും പുറത്തു വരാത്. അപ്പോൾ ഫസലിനെ കൊല്ലാൻ തന്നെ കാരണം വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അപ്പോൾ ഫസൽ പഴയ CPM-കാരനായിരുന്നു, SDPI പ്രവർത്തകനായി പ്രവർത്തിച്ചതിന്റെ പേരിലാണ് പെരുന്നാളിന്റെ തലേ ദിവസം അത്തരമൊരു കൊലപാതകം നടത്തിയത്. വലിയ വർഗീയ കലാപത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയ ശ്രമങ്ങൾ CPM-ന്റെ ഭാഗത്ത് നടത്തിയത്. അതിന്റെ എല്ലാ തരത്തിലും അതിന്റെ മാസ്റ്റർ ബ്രെയിനായിരുന്നു ഈ പറയുന്ന കാരായി രാജൻ, കാരായി ചന്ദ്രശേഖരൻ. ഇവരറിയാതെ അതിന് മുകളിൽ CPM-ന്റെ വലിയ കോടിയേരി ഉൾപ്പെടെയുള്ള അന്നത്തെ നേതൃത്വത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയൊരു കൊലപാതകമായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് ഇതിന്റെ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്ന ബോധ്യം വന്നപ്പോൾ അവിടെ കൊട്ടേഷൻ സംഘങ്ങളൊക്കെ തന്നെ ആ മേഖലയിൽ CPM-ന് വേണ്ടി കൊല്ലാനും പറ്റാനും ഒക്കെ നടക്കുന്ന ആളുകൾ എന്നതിൽ തീർച്ചയായിട്ടും ആ ഒരു സംഭവത്തിൽ ഈ സലീമിന്റെ കൊലപാതകത്തിലും അതോടൊപ്പം തന്നെ മരണത്തിലും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹ മരണത്തിൽ CPM-ന് പങ്കുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹം ഈ സലീമിന്റെ ബാപ്പ ഇത് മുമ്പേ തന്നെ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം ഒരു നീതിയും അദ്ദേഹത്തിന് കിട്ടിയില്ല. യഥാർത്ഥ CPM-ന്റെ പ്രവർത്തകനായിട്ട് പോലും കൊല്ലപ്പെട്ടിട്ട് ഒരു പ്രതികളെ പോലും പിടിക്കാൻ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനൊന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത അത് ഏത് രീതിയിലാണ്? അല്ല, തീർച്ചയായും ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പോട്ട് നടന്നിരുന്നു. പക്ഷേ വേണ്ട രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി, പ്രത്യേകിച്ച് ഭരിക്കുന്നത് ഇടതുപക്ഷം ആയതുകൊണ്ടും പ്രത്യേകിച്ച് CPM-ന്റെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിയില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശരി, റിജിൽ മാക്കുറ്റിയാണ് മീഡിയ വണ്ണോട് പ്രതികരിച്ചത്. ഏതായാലും UK സലീമിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിലവിൽ കോടതി വെറുതെ വിട്ട NDF പ്രവർത്തകർക്ക് പങ്കില്ല, CPM പ്രവർത്തകർ തന്നെയാണ് മകനെ കൊന്നത് എന്ന കുടുംബം ആവർത്തിക്കുകയാണ്. അതേ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. നിലവിൽ വെറുതെ വിട്ട പ്രതികൾക്ക് ഈ കൊലപാതകവുമായി പങ്കില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകണം ഈ പ്രതികളെ കോടതി ഇന്ന് വെറുതെ വിട്ടതും. പിതാവിന്റെ മൊഴി കൂടെ കണക്കിലെടുത്താവണം പ്രതികളെ ഇന്ന് കോടതി വെറുതെ വിട്ടതല്ലേ ബിജീഷ്? തീർച്ചയായും പിതാവിന്റെ മൊഴിയും ഇതിനകത്ത് പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം ഈ ഓട്ടോറിക്ഷയിലെത്തിയ സംഘം കൊലപാതകം നടത്തി എന്നുള്ളതായിരുന്നു അന്ന് ക്രൈംബ്രാഞ്ച് പ്രധാനമായി വാദിച്ചത്. ഇതിനകത്ത് മറ്റ് കൂടുതൽ തെളിവുകളൊന്നും കണ്ടെത്തുന്നതിന് ക്രൈംബ്രാഞ്ചിന് സാധിച്ചിരുന്നില്ല. അന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞൊരു കാര്യം, DYFI-ക്കാർ പ്രദേശത്തുയർത്തിയ ഒരു ബോർഡുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് വഴിവെച്ചത്. അതാണ് NDF-കാരെ ഉപയോഗിച്ചതെന്നുള്ളതായിരുന്നു ക്രൈംബ്രാഞ്ച് ഉന്നയിച്ച പ്രധാന വാദം. പക്ഷേ ആ വാദങ്ങളെ ഒന്നും സാധൂകരിക്കത്തക്ക തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിന് അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. അന്വേഷണ ഘട്ടത്തിൽ അന്വേഷണ സംഘം ഈ പറയുന്ന വാദങ്ങൾ, തങ്ങളുടെ വാദങ്ങളെ സാധൂകരിക്കത്തക്ക തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള പൂർണ്ണ വിവരങ്ങൾ, എന്തുകൊണ്ട് ഈ കേസ് തള്ളി അല്ലെങ്കിൽ പ്രതികൾ വെറുതെ വിട്ടു എന്നുള്ള കാര്യത്തിനകത്ത് ജഡ്ജ്മെന്റ് പൂർണ്ണമായി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്തൊരു വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. ഏതായാലും ഇതിനകത്ത് ഇപ്പോൾ പിതാവ് പറയുന്നത്, KP യൂസഫ് പറയുന്നത്, താൻ നേരത്തെ തന്നെ ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശരിയാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലേക്കാണ് താൻ പോകുന്നത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ കൊലപാതകത്തിനകത്ത് CPM-നാണ് പങ്ക്. CPM-ന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയൊരു കൊലപാതകമാണ്. ഫസൽ കേസിൽ പലതും മറച്ചുവെക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് തന്റെ മകനെ കൊന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകന്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള റെയ്സ്, അതുപോലെ തന്നെ മറ്റു 2 പേർ, ഇവരുടെ ദുരൂഹ മരണം സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിനകത്ത് വലിയ തരത്തിലുള്ള ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യവും യൂസഫ് മീഡിയ വണ്ണോട് പറയുകയുണ്ടായി. വിനീഷ. ശരി, ബിജീഷ് ഗോവിന്ദനാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.